എൻ്റെ മുടിയിൽ വെറുതെ ഒന്നിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ മുടി ഊരി പോരും കേട്ടോ. അതാണിപ്പോൾ എൻ്റെ അവസ്ഥ. പിന്നെ എൻ്റെ ഫേസിൽ ചെറിയ കുരു എന്നുള്ള പിമ്പിൾസും അതിൻ്റെ പാടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് കേട്ടോ. എൻ്റെ സ്കിന്നും എൻ്റെ ഹെയറും ഒക്കെ എൻ്റെ കൈവിട്ട് എങ്ങോട്ടേക്കൊക്കെയോ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾസ് വരുന്നു, നല്ല രീതിയിൽ ഹെയർ ഫോൾ വരുന്നു. എനിക്കറിയില്ല ഇതൊക്കെ എന്താ ഇങ്ങനെയാണെന്നൊന്നും ഞാനങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ചെല്ലുമ്പോഴും എൻ്റെ ഡോക്ടർ എന്നോട് പറയുന്നത് അൽഫിയുടെ സ്ട്രെസ്സ് കുറയ്ക്കാതെ ലൈഫിലൊന്നും മാറാൻ പോകുന്നില്ല, ഈ ഡിപ്രഷൻ ലെവലും കാര്യങ്ങളൊക്കെ ഞാൻ കുറയ്ക്കാതെ എൻ്റെ ലൈഫ് മാറാൻ പോകുന്നില്ല എന്നാണ് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ അതിനോടൊക്കെ ഓക്കെ ആയിട്ട് വരികയും ചെയ്യും. ഞാൻ എല്ലാ രീതിയിലും മാറുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നെ തന്നെ കെയർ ചെയ്യണം, ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ഇതാവണം, അങ്ങനെയാവണം, ഇങ്ങനെയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ബൂസ്റ്റപ്പ് ഒക്കെ ചെയ്ത് വരും. പക്ഷേ ഒരു പോയിൻ്റ് ഓഫ് ലെവലിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും താഴോട്ട് വരും. പിന്നെ അത് മാത്രമല്ല, ഒരു 9 മാസത്തോളമായിട്ട് എനിക്ക് എപ്പോഴും എനിക്ക് ഫീവറാണ്. ഓക്കെ, ഈ കാക്കകളെ ഞാൻ ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ഓക്കെ, എനിക്ക് എപ്പോഴും പനി വരിക, ചുമ, ജലദോഷം. ഈ ഡിസംബറും ജനുവരിയും എൻ്റെ ചാനലിൽ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് വയ്യായിരുന്നു. എനിക്ക് വയ്യാതെ ഞാൻ കിടക്കുമായിരുന്നു. എനിക്ക് മടുത്തു സത്യം പറഞ്ഞാൽ. എനിക്ക് ഇങ്ങനെ പനി വന്നും എനിക്ക് എപ്പോഴും അസുഖങ്ങളായും ഒക്കെ എനിക്ക് മതിയായി ഇരിക്കുവാണ് ഞാൻ. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് എപ്പോഴും അസുഖങ്ങളാണ്, വിട്ടുമാറാത്ത അസുഖങ്ങളാണ്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ ഡിപ്രഷൻ ലെവലിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കും. ഈ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ സ്കിന്നിനെ ബാധിക്കും, നമ്മുടെ ഹെയറിനെ ബാധിക്കും. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, എന്നെ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാവരും എന്നെ കാണുമ്പോൾ വന്ന് ചോദിക്കുന്നത്, അയ്യോ നിനക്ക് എന്താ പറ്റിപ്പോയേ, കാരണം എൻ്റെ ഹോൾ ബോഡി കളറ് മാറി. ഈ ക്യാമറയിൽ കാണുന്ന അത്രയും ഫെയർ ഒന്നുമല്ല കേട്ടോ ഞാൻ. മൊബൈലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത്രയും നിറമൊന്നും എനിക്കില്ല. ചെറുതായിട്ട് ഒരു ഷെയ്ഡൊക്കെ ഡിഫറൻസ് ഉണ്ട്. പണ്ടുണ്ടായിരുന്ന കളർ എനിക്കില്ല. പണ്ട് ഞാൻ ഭയങ്കര വെളുത്തായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ഇരുനിറം കാറ്റഗറി ആയിരുന്നു. ഇപ്പം ഞാൻ ഇരുനിറം കാറ്റഗറി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറയാനായിട്ട്. അതുപോലെ ഞാൻ നല്ലപോലെ സ്കിൻ കെയർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എനിക്കൊരു റിസൾട്ടും ഇല്ല, ഒരു കുന്തവും ഇല്ല. കുറച്ച് നാളൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവും, വീണ്ടും എനിക്ക് അസുഖം വന്നു കഴിയുമ്പോൾ ഞാനതൊക്കെ നിർത്തും. അപ്പോൾ എനിക്ക് വീണ്ടും വയ്യാതാകും, പിന്നെ എൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെയാണ്. പിന്നെ എനിക്ക് പിമ്പിൾസ് ഇപ്പോഴും ഉണ്ട്, കണ്ടോ, ഇത് എന്നെ വിട്ട് മാറുന്നില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. എൻ്റെ ഹെയർ ഫോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഇപ്പം എൻ്റെ മുടിയൊക്കെ നല്ലപോലെ കുഴഞ്ഞു പോയി. കാരണം ഞാൻ വല്ലപ്പോഴൊക്കെ ഹെയർ കെയർ ഒക്കെ ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ബോഡിയൊക്കെ നല്ലപോലെ ടാനായി. ഇപ്പം ഞാൻ 2 വീലറും ഓടിക്കുന്നത് കൊണ്ട് ബോഡി ടാനും നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ എനിക്ക് മാറണം, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ 2025 ജനുവരി തൊട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് 2 പ്രാവശ്യം ഫീവർ വന്നു. ഒരാഴ്ച ഗ്യാപ്പിൽ എനിക്ക് 2 പ്രാവശ്യം ഫീവർ വന്നു. ചുമ, ജലദോഷം, ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടില്ല. എന്നോട് എപ്പോഴും പറയും എൻ്റെ സ്ട്രെസ് ലെവൽ കുറയ്ക്കണം, എങ്കിലേ എല്ലാം ശരിയാവുള്ളൂ എന്ന്. അത് ഞാൻ കുറയ്ക്കാനും തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊക്കെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ ഹെൽത്തിനും ഇഷ്യൂസ് വരുന്നു, സ്കിന്നും ഡള്ളാവുന്നു, ഹെയറും പോകുന്നു എന്നൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് തന്നെ എനിക്ക് ഭയങ്കര മെൻ്റൽ പ്രഷർ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുള്ളാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇപ്പം ഇരിക്കുന്ന ഇതിന് തൊട്ട് മുമ്പുള്ള കണ്ടീഷൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കാം കേട്ടോ. എൻ്റെ മുടിയുടെ ഉള്ളൊക്കെ നല്ലപോലെ പോയിട്ടോ. ഇപ്പം എനിക്ക് വളരെ കുറച്ച് ഹെയറേ ഉള്ളൂ. പിന്നെ എൻ്റെ ബുഷ് ഊരുമ്പോൾ തന്നെ എൻ്റെ വരുന്ന മുടി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ യൂട്യൂബിൽ കുറേ പേരുടെ വീഡിയോസൊക്കെ നോക്കി അതിന് പറ്റുന്ന കുറച്ച് ഡെയിലി ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.
നെല്ലിക്കയുടെയും മഞ്ഞളിൻ്റെയൊക്കെ ഡ്രിങ്ക് കുറേ പേര് കുടിച്ചിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു ഡ്രിങ്കിന് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗീ രാവിലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഒരുപാട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റ്. പിന്നെ ഒരു 3 to 4 ലിറ്ററോളം വെള്ളം നിർത്താതെ കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ വെള്ളം കുടിയൊക്കെ കുറവായിരുന്നു കേട്ടോ. കുറച്ച് നാളുകളായിട്ട് വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറക്കം 7 മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് ഉറങ്ങുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പക്കയായിട്ട് ഫോളോ ചെയ്യും ഇനി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഡെയിലി എക്സസൈസ്, പിന്നെ ഒരു സോളോ വാക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ഡേ ഞാൻ എൻ്റെ സ്കിന്നിനും ഹെയറിനും ബോഡിക്കും വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ഡേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിലെ ഓരോ കാര്യങ്ങളും ഞാൻ 1 വീക്ക് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതും ഞാനിടാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ ഗീ കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഈ ഗീ കഴിക്കുമ്പോൾ എങ്ങനെയാണ് നാളെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാം ഇതിൻ്റെ കാരണം എന്താണ്. 9 മാസമായിട്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് അസുഖമാണ്. ഓക്കെ, അപ്പോൾ 1 വീക്ക് ഇപ്പം ഞാൻ ഗീ കഴിച്ചു, എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു. 1 വീക്ക് ഞാൻ നട്ട്സ് കഴിച്ചു, എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ള അപ്ഡേറ്റഡ് വീഡിയോസാണ് കേട്ടോ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഹെയറിൻ്റെ പ്രോബ്ലംസും എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസും മാറിയിട്ടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കാം, മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ.